സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമായുള്ള പാദരക്ഷ ധരിക്കുവിൻ. ഇതെല്ലാം ആത്മാവ് സ്വീകരിച്ചു കഴിഞ്ഞ മനുഷ്യന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാം ആത്മീയമായി വിവേചിച്ച് ആത്മീയ മനുഷ്യന് വേണ്ടി എഴുതുന്നത് കൊണ്ട് ജഡിക മനുഷ്യൻ അത് മനസ്സിലാക്കത്തില്ല എന്ന് പൗലോസ് ജാമ്യമെടുത്തിട്ടുണ്ട്. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമായുള്ള പാദരക്ഷ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന വാൾ, ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. എന്തിനാണ്? ഒറ്റക്ക് നിൽക്കാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലിവിടെ നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ ആലപ്പുഴ മെത്രാൻ അഭിവന്യ ജെയിംസ് സാനാവറബിൾ പിതാവ് സ്വർഗാരോഹണത്തിൻ്റെ കുർബാന അർപ്പിക്കാൻ വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൃപാസനത്തിൽ പിതാവിനെ യാത്രയാക്കാൻ വേണ്ടി ഞാൻ പഠിക്കുക ചെന്നപ്പോൾ പിതാവ് സന്ധ്യാപുണ്യാളൻ്റെ രൂപമല്ലേ അതൊന്നും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൻ്റെ ഇടതുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപത്തിൻ്റെ അടുത്ത് എന്നെയും കൊണ്ട് ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സന്ധ്യാപുണ്യാളൻ്റെ രൂപമാണ്, എനിക്ക് മുണ്ടമ്പേരി പള്ളിയിൽ നിന്ന് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സന്ധ്യാപുണ്യാളൻ കുതിരപ്പുറത്തിരിക്കുകയാണ്. തലയിൽ പടത്തൊപ്പിയുണ്ട്, വാളുണ്ട്, പാദരക്ഷയുണ്ട്, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, എവറിത്തിങ് ഉണ്ട്. അപ്പോഴേ പിതാവ് പറഞ്ഞു, ഇത് Ephesians 6:14 പറഞ്ഞു. എന്താ കാര്യം? രക്ഷയുടെ പടത്തൊപ്പി, ആത്മാവിൻ്റെ വാള്, സമാധാനത്തിൻ്റെ പാദരക്ഷ, ഇങ്ങനെ എല്ലാം ഒറ്റക്ക് ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനി, ഒരു പടയാളി, ഒരു വിശ്വാസി, ഒരു പടയാളി, ആത്മീയ പോരാളി, ഈ ജീവിതത്തിൽ ദുഷ്ടൻ്റെ കുരമ്പുകളെപ്പോലും ഭേദിക്കാൻ പറ്റിയ വിശ്വാസത്തിൻ്റെ പരിച ഏന്തിയ പടയാളി. അപ്പോഴേ ഇതെല്ലാം ഉദ്ദേശിക്കണത് എന്താ? ഒറ്റക്ക് ജീവിക്കാനാ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിലും സർവസജ്ജമായി എല്ലാത്തിനെയും അതിജീവിച്ച് യേശുക്രിസ്തുവിനെ പോലെ ഏൽപ്പിച്ചവൻ പോലും കൈവിട്ട് കളഞ്ഞാലും ഏൽപ്പിച്ച ജോലി ആരെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ നൽകിയിട്ടുള്ള പ്രചോദനം അനുസരിച്ചുകൊണ്ട് പൂർത്തിയാക്കുവാനുള്ള പ്രത്യേക അഭിഷേകത്താൽ സഭയെ അഭിഷേകം ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിലെ സഭ വിശുദ്ധ മത്യാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ മത്യാസിൻ്റെ തിരുനാളിൻ്റെ ദൈവവചനങ്ങൾ ഭയങ്കര ഹൃദ്യമായ ദൈവവചനമാണ്. അത് ഒരു ദൈവവചനം എന്നെ അങ്ങോട്ട് വല്ലാതെ അങ്ങ് ഹോണ്ട് ചെയ്ത്. ഈ ഒറ്റക്ക് ജീവിതത്തെക്കാരനാണ്. ഒറ്റക്ക് ജീവിതം പല രീതിയിലാകാം. ദൈവത്തെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ആരാലും അറിയപ്പെടാതെ നമുക്ക് ഒറ്റക്ക് ജീവിക്കാം. യാക്കോബും യോഹന്നാൻ്റെയും പ്രശ്നം, അവരെന്തെങ്കിലും ചെയ്താൽ 10 പേര് അറിയണമെന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അങ്ങനെ ഒരു ആളല്ല മത്യാസ്. ആ കാര്യം അറിയാമെങ്കിൽ നടപടി പുസ്തകത്തിൻ്റെ 1:22 വായിക്കുമ്പോൾ അറിയാൻ പറ്റും. എന്താ പറയണത്? അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. വിളി എന്താണ്? പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. ഈ പുനരുത്ഥാനത്തിന് ആളിൻ്റെ യോഗ്യത എന്താ? ഒരു വിശ്വാസിയുടെ യോഗ്യത എന്താണ്? അവനെന്താണ്? അവൻ്റെ ഐഡൻറ്റിറ്റി, അവൻ്റെ മുഖമുദ്ര എന്താണ്? നടപടി 1:21. എന്താണത്? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണവൻ. മരണത്തിൻ്റെ സാക്ഷിയല്ല, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ്. അങ്ങനെ പല മരിപ്പുകളും ജീവിതത്തിലുണ്ടാകും.
പക്ഷെ അവൻ സാക്ഷ്യം വഹിക്കുന്നത് പുനരുത്ഥാനത്തിനാണ്. ഇപ്പം തന്നെ ഈ ആഴ്ചയിൽ എന്തൊരു കടൽ കയറ്റമാണ്, എത്ര വീടുകളാണ് മുങ്ങിപ്പോയത്, എന്തുമാത്രം ആൾക്കാർക്ക് വിഷമസന്ധിയിലായിരിക്കണത്. പ്രകൃതിക്ഷോഭം തീരദേശത്ത് മാത്രമല്ല, കേരളം ആസകലമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ദുരിതങ്ങളുണ്ട്. നമ്മൾ മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഈ മരണത്തെ മുഖാമുഖം ഒരു വിശ്വാസി കാണുമ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ്. എന്താണ് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേണ്ടത് ആവശ്യമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അരിഷ്ടതകളെല്ലാം യോഹന്നാൻ 16:33 എഴുതിയിരിക്കുന്ന പോലെ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അവിടെ കോവിഡ് ഉണ്ടാകും, അവിടെ ഉരുൾപൊട്ടലുണ്ടാകും, കടൽക്കയറ്റം ഉണ്ടാകും. ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും. ഉണ്ടാകത്തില്ലെന്ന് ഈശോ പറഞ്ഞില്ല. എങ്കിലും ധൈര്യമായിരിക്കുമെൻ, ഇതിനെല്ലാത്തിനെയും ഈ ലോകത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ഈ ലോകത്തെ കീഴടക്കിയവൻ്റെ, ആ കീഴടക്കിയത് മരണത്തെ കീഴടക്കിയവൻ്റെ അടയാളം എന്താണ്? അവൻ പുനരുത്ഥാനം ചെയ്തവനാണ്. വിശ്വാസി പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവൊക്കെ ആവശ്യമായി വരുന്നത്. എന്തിനാണ്? പുനരുത്ഥാനത്തിന് സാക്ഷ്യം, മരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ കാലിടരാതെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി പ്രത്യാശയോടെ മുന്നേറാൻ വേണ്ടിയാണ് ശരിക്കും നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾ ആപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ കോവിഡ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീരദേശത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലവർഷക്കെടുതി മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അവിടെ 1:22 കുറച്ചുകൂടി വ്യക്തമായ ഒരു വചനമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഒരു വിശ്വാസി എന്നും ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ വിശ്വാസത്തിന് അവൻ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. യോഹന്നാൻ 17:4 അനുസരിച്ച് കൊണ്ട് പിതാവ് അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ ആ പിതാവ് പൂർത്തിയാക്കുന്ന സമയത്തില്ല. നമ്മൾ ഏൽപ്പിച്ച ജോലി ഏൽപ്പിച്ചവൻ കൂടെ ഇല്ലെങ്കിലും അവൻ കാണുന്നില്ലെങ്കിലും അത് പൂർത്തിയാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നാണ് ഇപ്പോഴേ സുവിശേഷ ശുശ്രൂഷയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1:22 നടപടി 1:22 എന്താ പറയണത്? അതായത് ഒരു അപ്പോസ്തലൻ്റെ യോഗ്യത എന്താ, ഒരു വിശ്വാസിയുടെ യോഗ്യത എന്താ? യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ യോഗ്യതയാണ് എന്താണ്? യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മുതൽ കർത്താവ് നമ്മുടെ കൂടെ സഞ്ചരിച്ചിരുന്ന കാലത്തെല്ലാം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം അപ്പോസ്തല സ്ഥാനത്തേക്ക് വരേണ്ടതെന്നാണ്. ഇപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾ, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ. പക്ഷേ മത്യാസ് കൂടെ ഉണ്ടായിരുന്നതായിട്ട് ആർക്കും അറിയത്തില്ല. അതാണ് പ്രശ്നം. പല മത്യാസന്മാരെ അറിയത്തില്ല, സഭയ്ക്ക് പോലും അറിയത്തില്ല. പല മത്യാസന്മാരെ വികാരത്തിന് പോലും അറിയാൻ പാടില്ല. അവരൊക്കെ എല്ലാം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. കൂടെ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്നുള്ള എല്ലാവരുടെയും പ്രശ്നം. നടപടി 1:22 വായിക്കുമ്പോൾ മനസ്സിലാകും. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മുതൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് പത്രോസ്. പിന്നെ ആരാണ്? അന്ത്രയോസ്. പിന്നെ ആരാണ്? യാക്കോബ്, യോഹന്നാൻ. ദാറ്റ് ഈസ് പ്രൈമറി ഡിസൈപ്പിൾസാണ്. മത്തായിയൊക്കെ പിന്നീട് വന്ന ആൾക്കാരാണ്. മത്തായിക്കാൾ ആദ്യം വന്ന ആളാണ് മത്യാസ്. അതുകൊണ്ട് ബർസബാസും മത്യാസും 2 പേരും കൂടിയാണ് അവസാനം ഈ കാലമെല്ലാം കർത്താവിൻ്റെ കൂടെ ഈ 3 വർഷവും സഞ്ചരിച്ചിട്ടും അവരുടെ പേര് സുവിശേഷകന് ഓർക്കാൻ വേണ്ടി മാത്രം ഒന്നും പ്രത്യേകിച്ച് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അഥവാ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. മത്യാസിന് കുറിവിടാൻ കാര്യം എന്താ? അവൻ ഒറ്റക്കായിരുന്നു. കർത്താവിൻ്റെ കൂടെ അവനുണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ കൂടെ അവനുണ്ടായിരുന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു.
എപ്പോഴും അറിയപ്പെടാത്ത അനോണിമസ് ക്രിസ്ത്യൻ നമ്മൾ പറയും. പക്ഷേ അനോണിമസ് വിറ്റ്നസ് മെത്രാനെ അറിയത്തില്ല, വികാരത്തെ അറിയത്തില്ല, കൃപാസനൻ ഡയറക്ടർക്ക് അറിയത്തില്ല, ഇങ്ങനെയുള്ള ധ്യാനകേന്ദ്രങ്ങൾ ഡയറക്ടർമാർക്ക് അറിയത്തില്ലെങ്കിലും മത്യാസമാരെ കർത്താവിൻ്റെ കൂടെ അവൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ, നീ ഓർക്കുക, നീ ചെയ്ത ജോലികളെല്ലാം, അത് കുടുംബജീവിതമായാലും തൊഴിൽ ജീവിതമായാലും, നീ ചെയ്ത സത്യങ്ങൾ, ചെയ്ത നീതികൾ, നീ സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടി ചെയ്ത നന്മകൾ ആരും അറിയുന്നില്ലെങ്കിലും എല്ലാം അറിയുന്നവൻ നിനക്കൊരു കാലത്ത് കുറി വീഴുവെന്ന് നീ ഓർത്തിരിക്കണം. അതാണ് മത്യാസ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇങ്ങനെ കർത്താവ് നൽകിയ ആത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി ഒറ്റയ്ക്ക് ഔദ്യോഗികമായ സഭയോ സ്വന്തം സഹോദരങ്ങളോ സതീർത്ഥരോ അറിയാതെ കർത്താവിൻ്റെ കൂടെ ജീവിച്ച് ഒറ്റയ്ക്ക് ശുശ്രൂഷ പൂർത്തിയാക്കി ഒക്കെ അവർ അവിടെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നൊരു സുവിശേഷ ഭാഗമുണ്ട്. അത് കൊളോസ്യസ് 3:22. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ. ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത്. ചില കാര്യങ്ങൾ മറ്റുള്ളവർ കാണത്തില്ല, കാണിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണ്ട. അതാണ് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. അവിടെ ആരുമില്ല, സുപ്പീരിയേഴ്സ് ഇല്ല, വീട്ടുകാരില്ല, മേലാളന്മാരില്ല, അധികാരികളില്ല, ആരുമില്ല. കാണാനില്ല, അംഗീകരിക്കാനില്ല, ഏറ്റുപറയാനില്ല, പ്രോത്സാഹിപ്പിക്കാനില്ല. അപ്പോഴാണ് ഒറ്റക്കായി പോണത്. എഫെസസ് 6:14 അനുസരിച്ച് കൊണ്ട് ആത്മാവിൽ നിറഞ്ഞവൻ രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞുകൊണ്ട്, സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പാദരക്ഷ അണിഞ്ഞുകൊണ്ട്, ദൈവവചനമാകുന്ന വാള് കൈ പിടിച്ചുകൊണ്ട് അവനൊറ്റയ്ക്ക് അവനേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴേ പൗലോസ് പറയും, എന്താ പറയണത്? കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്, കൊളോസ്യസ് 2:3-22, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. നിങ്ങളുടെ ജോലി എന്തായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യനെ അല്ല സേവിക്കണത്. ആരും അംഗീകരിച്ചില്ല, ആരും കാണുന്നില്ലെങ്കിൽ, മത്യാസിനെ പോലെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിട്ട് ആരും കണ്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യനെ അല്ല നിങ്ങൾ സേവിക്കണത്, ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യുവിൻ. അതാണ് കൊളോസ്യസ് 3:22. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യരെ എന്നല്ല ദൈവത്തെ സേവിക്കുന്ന പോലെ ഹൃദയ പരമാർത്ഥത്തോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതാണ് കൊളോസ്യസ് 3:24. കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ആണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന്. അതാണ് 3:24. മത്യാസിന് പ്രതിഫലം ലഭിച്ചില്ലേ? ഇപ്പോഴേ ആരും അറിയാതിരുന്ന മത്യാസിനെ ദൈവം എല്ലാം അറിയുന്നുണ്ടായിരുന്നോ? ദൈവത്തിലെ നിൻ്റെ ജോലിയും ഇങ്ങനെ തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നീ കുടുംബത്തിൽ ചെയ്തത് നിൻ്റെ ഭർത്താവ് അറിഞ്ഞോ? നിൻ്റെ ഭാര്യ അറിഞ്ഞോ? നിൻ്റെ മക്കൾ അറിഞ്ഞോ? ചിലരൊക്കെ പറയണത് മരിച്ചു കഴിഞ്ഞായിരിക്കും അവർ ചിലപ്പോൾ നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് പോലും പറഞ്ഞില്ലെന്ന് വരും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് പറയാൻ വേണ്ടിയല്ല നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നത്. നമ്മുടെ പ്രതിഫലം കർത്താവിൽ നിന്നാണ്. അത് മത്യാസ് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ആരും അറിഞ്ഞില്ല. പക്ഷേ അറിയേണ്ടവൻ അറിഞ്ഞു, അറിയേണ്ട സമയത്ത് അറിഞ്ഞു. അറിയേണ്ട സമയത്ത് എന്തങ്ങനെ ചെയ്യേണ്ടി വന്നാലും അത് മനുഷ്യനെയല്ല ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പോലെ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടിയേ തീരൂ. പെന്തക്കോസ്ത് മഹോത്സവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. അനോണിസമായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴും അജ്ഞാതരായി അറിയപ്പെടാത്തവരായി കർത്താവിൻ്റെ ജോലി ചെയ്തുകൊണ്ട് അത് പിതാവ് ഏൽപ്പിച്ചവൻ കൂടെ ഇല്ലെങ്കിലും അത് പൂർത്തിയാക്കാനുള്ള ഒരു നിയോഗം വരുമ്പോൾ അത് മനുഷ്യനെയല്ല ദൈവത്തോടുന്നതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ദൈവമാണ് കരുതി വെക്കണത്. കരുതി വെച്ചിരിക്കുന്ന പ്രതിഫലത്തെ
ദൈവികമായ പ്രതിഫലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒറ്റക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഒറ്റക്ക് നിന്ന് ഒറ്റക്ക് സാക്ഷിയായി കർത്താവിൻ്റെ നാമത്തിലെ അഭിഷേകം പ്രാപിക്കാൻ ദൈവം നമ്മളെ ആത്മാവിനെ അഭിഷേകം ചെയ്യട്ടെ. സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. രോഗമുള്ള ഇടത്തങ്ങളെല്ലാം ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയിൽ ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന ആരാധനയുടെ സ്വർഗീയ നിമിഷങ്ങളിലെ പുരോഹിതൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കർത്താവിൻ്റെ നാമത്ത് വലത് കൈയും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അധിവസിച്ചുകൊണ്ട് നിങ്ങളെ ധന്യമാക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവെന്നറിയാൻ ഉൾപ്പെടെ ദൈവത്തിൻ്റെ ശക്തി എന്നറിയാൻ ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ കൈവെക്കുമ്പോൾ തന്നെ ശിരസ്സിലും ഒരു കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ശിരസ്സിലും ശരീരത്തിലും രോഗത്തിലും കർത്താവേ, മക്കൾ അങ്ങയുടെ നാമത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശിരസ്സിൽ കൈവച്ചിരിക്കുന്നവർ പരിശുദ്ധാത്മാവ് നിറയുവാനും ശരീരത്തിന് മറ്റു മറു കൈകൊണ്ട് ശരീരത്തിന് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ കൈവച്ചിരിക്കുന്നവരെ രോഗസൗഖ്യം നേടുവാനും വേണ്ടി കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രണ്ട് കൈകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വലത് കൈ ഞങ്ങൾ ശിരസിൽ വെക്കുന്നു, ഇടത് കൈ എവിടെയാണ് രോഗം അവിടെ വെക്കുന്നു കർത്താവേ. അതെല്ലാം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്നിതാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ. 35 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കർത്താവെ അനുസ്മരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് കൃപാസ്ഥാനത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കർത്താവെ അനുസ്മരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ യേശുക്രിസ്തുവിനെ ജീവിക്കുന്ന കർത്താവിന്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശരീരങ്ങൾക്ക് ആവസിക്കട്ടെ. ക്യാൻസർ രോഗം അനുഭവിക്കുന്നവരെ, കോവിഡ് രോഗം അനുഭവിക്കുന്നവരെ, ശ്വാസകോശങ്ങള് വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. ക്യാൻസർ രോഗങ്ങള് കഴുകപ്പെടട്ടെ. ഏത് രോഗത്തിന് വേണ്ടിയാണോ ഇപ്പോൾ മക്കൾ പ്രാർത്ഥിക്കുന്നത്, ആ രോഗങ്ങളെല്ലാം യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി നന്ദി പറയുന്നു. എല്ലാ കൊറോണ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ജോലിയില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും മക്കൾ ഓർക്കുക. ആ സഹനമെല്ലാം സാക്ഷ്യമാക്കി സന്തോഷമാക്കി മാറ്റാൻ വേണ്ടി എവിടെയാണ് നിങ്ങളായിരിക്കുന്നത് അവിടെ മുട്ട നിൽക്കാൻ പരുവമുണ്ടെങ്കിൽ മുട്ടയിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അഭിഷിക്തൻ നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോ കേൾപ്പിച്ചുകൊണ്ട് നിങ്ങളെ സാക്ഷികളാക്കി സന്തോഷത്തോടെ കൃപാസനത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. ആ വലിയ നല്ല നല്ല നാളുകൾക്കായി നോക്കി പാർത്തുകൊണ്ട് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, സാങ്കേതികമായ തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ ഉള്ളവർ, അതുപോലെ തന്നെ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തടസ്സങ്ങളും, എല്ലാ തകരാറുകളും, എല്ലാ സർക്കാരുകളുടെ നിയമങ്ങൾ കാരണം പൊറുതിമുട്ടി ജീവിക്കുന്ന അന്യരാജ്യങ്ങളിൽ ജീവിക്കുന്ന മക്കൾ, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന മക്കൾ, അഡ്മിഷൻ കിട്ടാത്ത മക്കൾ, പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കൾ, പരീക്ഷ വരാൻ പോകുന്ന മക്കൾ, അവരെല്ലാം അച്ഛനീ നിമിഷം ഓർത്തോർത്ത് പ്രാർത്ഥിക്കുന്ന കലഹമുള്ള കുടുംബങ്ങളെ, കേസിലകപ്പെട്ടിരിക്കുന്നവരെ, വിവാഹമോചനത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൽ കർത്താവെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താൻ വേണ്ടി കർത്താവെ ഏറ്റവും പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചിട്ട് പോലും കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് ഞാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ ആരാധനയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ എല്ലാ മക്കളെയും നീ ഓർത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗികളെ, വിവാഹം ഒത്തുവരാത്തവരെ, വിവാഹ തടസ്സമുള്ളവരെ, വിവാഹ തകർച്ച നേടുന്നവരെ, സാമ്പത്തിക തകർച്ച ഉള്ളവർ, വരുമാന മാർഗമില്ലാത്തവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, ഉദ്യോഗം പോയവരെ, കർത്താവെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ കർത്താവെ ജോലിയില്ലാതെ ഒരു വരുമാനമില്ലാതെ
കുടുംബത്തിൽ നിന്ന് മാത്രം കർത്താവെ പൈസ അയച്ചു കൊടുത്തിട്ട് ജീവിക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബങ്ങളിൽ കടങ്ങൾ കൊണ്ട് പല പല ലോണുകളെ കടങ്ങൾ കാരണം കർത്താവ് വിഷമം അനുഭവിക്കുന്നവർ, കർത്താവ് വഴിയില്ലാത്തവർ, പല തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ എല്ലാവരെയും ഉടമ്പടി വെച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെ പ്രയർ റിക്വസ്റ്റ് ഇരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ ഓൺലൈൻ ഉടമ്പടിയിലുള്ള മുഴുവൻ വിഷയങ്ങളെ യേശു ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ കൃപാസനത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യമേ ഈ നിമിഷം നെറ്റെടുത്തുകൊണ്ട് അവരെ സാക്ഷിയായി മാറ്റണമേ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഷെയർ ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങളുടെ ഫണ്ട്സിന് ഷെയർ ചെയ്യേണ്ട സമയമാണ്. ഈ സമയം നിങ്ങളുടെ മൗനമായ വിഷയങ്ങൾ, ആരാധനയിൽ അച്ഛൻ സൂചിപ്പിക്കാത്ത എന്തെങ്കിലും കടുത്ത സങ്കടമുണ്ടെങ്കിൽ അത് മൗനമായി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കേണ്ട സമയം കൂടിയാണ്. ഷെയർ ചെയ്തതിന് ശേഷം ആ വലിയ സുവിശേഷ പ്രവർത്തനം ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ കർത്താവിനെ അറിഞ്ഞവർ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് നന്മ നിറഞ്ഞ മറിയം, അത് വലിയ ശുശ്രൂഷയാണ്. അതുപോലെ അതായത് ലോകത്തിലുള്ള മുഴുവൻ ഇടങ്ങളിൽ അമ്മയുടെ മാസത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ശനിയാഴ്ച 22-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദം സ്വീകരിക്കാം. ഇതാ യേശു നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിലെല്ലാ പ്രാർത്ഥനകളും ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളും ഇപ്പോൾ തത്സമയം സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ കർത്താവേ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉടമ്പടി എടുത്ത മക്കളെ അവരുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരദേശങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൊറോണ വൈറസ് രോഗികളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന്